നമ്മുടെ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട അനില ശ്രീകുമാറാണ് എന്നോടൊപ്പം. ചേച്ചി നമസ്കാരം. ഞങ്ങളുടെ മലയാളികൾ എല്ലാവരും ഒറ്റ സുഹൃത്തി ചോദിക്കുന്നത് അനില ചേച്ചി മലയാളികളെ വിട്ട് പോയോ എന്നാണ്. കുറച്ച് നാള് മുമ്പ് വരെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്ന ചോദ്യമാണത്. മലയാളത്തിൽ തിരിച്ചു വരുന്നില്ലേ ചേച്ചി, പഴയ നടി, പഴയ മലയാള സീരിയൽ നടി എന്നൊക്കെ എന്നെ പലരും. ഞാൻ പഴയതല്ല, ഞാൻ ഇപ്പോഴും ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. പക്ഷെ കുറച്ചൊരു ഗ്യാപ്പായി പോയി മലയാളത്തില്. മലയാളത്തിലാണോ തുടക്കം കുറിക്കുന്നത്? അതെ, സിനിമയിലാണ് തുടക്കം കുറിക്കുന്നത്. സിനിമയിലാണ് തുടങ്ങിയിട്ടാണ് സീരിയലിലേക്ക് ഞാൻ വന്നത്. സർഗം, പരിണയം ഇതൊക്കെ ഹരിഹർ സാറിന്റെ മൂവിയിലാണ് ഞാൻ ഫസ്റ്റ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. പിന്നെ താമരക്കൊള്ളി എന്ന് പറഞ്ഞൊരു കാട്ടുകാണി പെണ്ണായിട്ട് അതിൽ അഭിനയിച്ചു. എൻ്റെ ഹസ്ബൻഡായിരുന്നു മുറച്ചെറുക്കനായിട്ട് അഭിനയിച്ചത്. അതെ അതെ, ഞങ്ങളുടെ ഒരു ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെയായിരുന്നു. ഇപ്പം തമിഴിലൊക്കെ ഞാൻ അഭിനയിക്കുമ്പോൾ തന്നെ കുറച്ച് നമുക്ക് ഓവറായിട്ട് ചെയ്യണം. ഈവൻ തെലുഗിലാട്ടോ കൂടുതൽ ഓവറായിട്ട് ചെയ്യേണ്ടി വരുന്നു. ചില നമ്മൾ മലയാളത്തിൽ ഞെട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയാൽ മതി. പക്ഷെ തെലുങ്കിൽ ആ ഒരു സാധനം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ടുള്ള ഈ തമിഴും തെലുങ്ക് സീരിയൽ. അന്ന് മലയാളം സീരിയൽ നിർത്തി വെച്ചിരുന്ന ഒരു സമയത്ത് പിടിച്ചു നിർത്തിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴും തെലുങ്കും തന്നെയാണ്. അതുപോലെ തന്നെ ഓഡിയൻസും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ മറ്റേ ഒരു വിളി അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് എനിക്ക് അതിനനുസരിച്ച് എതിരായിട്ടുള്ള മെസ്സേജസ് വരാറുണ്ട്. വില്ലേജിൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ നിന്നെടുത്തു നിന്ന് ഒരു അമ്മ ഓടി വന്നിട്ട് കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് ഞാൻ എന്നെ മാറാൻ പറഞ്ഞിട്ട് ഞാൻ കാൽ വെച്ചിരുന്നിടത്തു നിന്ന് മണ്ണെടുത്തിട്ട് ചുറ്റിയിട്ട് എന്നെ കണ്ണുപെടരുത് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ അത്രയ്ക്കൊരു ആരാധന പോലെയാണ് അവർ കാണുന്നത്. 2017 ബെസ്റ്റ് മദർ എന്നുള്ള അവാർഡിന് എന്നെ സ്റ്റേജിൽ വിളിച്ച് അവർ എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹോണേഡ് ആയ പോലെ എനിക്ക് തോന്നി. എനിക്ക് മലയാളത്തിൽ പോലും എന്നെ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. అందరికీ నమస్కారం. నాకు చాలా చాలా బాగా సంతోషంగా ఉన్నాను. నేను అక్కడ వచ్చి తెలుగు సీరియల్ చేస్తున్నాను. ఇప్పుడు మీ ఆడియన్స్ అందరికీ నా థ్యాంక్స్ చెప్తున్నాను. ఇప్పుడు എല്ലാം മനസ്സിലായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയലുകളിൽ പ്രായമാകാത്ത നടി, മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരേപോലെ കഥാപാത്രം ചെയ്യുകയും നമ്മുടെ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട അനില ശ്രീകുമാറാണ് എന്നോടൊപ്പം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? സൂപ്പറായിട്ട് പോകണം. അടിപൊളി. കാരണം വീട്ടിൽ വന്നപ്പം തന്നെ ഇനി ട്രോഫികൾ വെക്കാൻ വല്ല സ്ഥലമുണ്ടോ? അതാണ്, അത് എൻ്റെ മാത്രല്ല, മോൻ്റെ ഉണ്ട്, മോളുടെ ഉണ്ട്. ഈ കുടുംബം ഫുള്ള് സകലകല വല്ലവരാന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഹസ്ബൻഡ് ഡയറക്ടർ അല്ലേ? അല്ലല്ല, ചേട്ടൻ ഇപ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൽബം സോങ്സ് ഒക്കെ ഇഷ്ടംപോലെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3-4-5 ആൽബം ചെയ്തിട്ടുണ്ട്. പിന്നെ ടെലി മൂവീസ് ഞങ്ങളായിട്ട് ചെറിയ ചെറിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മലയാളികൾ എല്ലാവരും ഒറ്റ സുഹൃത്തി ചോദിക്കുന്നത് അനില ചേച്ചി മലയാളികളെ വിട്ട് പോയോ എന്നാ. കുറച്ച് നാള് മുമ്പ് വരെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്ന ചോദ്യമാണത്. മലയാളത്തിൽ തിരിച്ചു വരുന്നില്ലേ ചേച്ചി, പഴയ നടി, പഴയ മലയാള സീരിയൽ നടി എന്നൊക്കെ എന്നെ പലരും. ഞാൻ പഴയതല്ല, ഞാൻ ഇപ്പോഴും ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. പക്ഷെ കുറച്ചൊരു ഗ്യാപ്പായി പോയി മലയാളത്തിൽ. ലൈക്ക് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ തിരിച്ച് ഞാനൊരു സീരിയൽ വന്ന ഒരു 15 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഏഷ്യാനെറ്റിലൊരു സീരിയൽ ചെയ്യുന്നത്. ആൻഡ് അതിന് മുമ്പ് ഒരു 5 വർഷം മുമ്പ് ഞാൻ സീലൊരു സീരിയൽ ചെയ്തിരുന്നു. എത്ര വർഷക്കാലം ഈ ഒരു സീരിയൽ കുടുംബത്തിലുണ്ട് ചേച്ചി? ഞാൻ 33 വർഷമായി. മലയാളത്തിലാണോ തുടക്കം കുറിക്കുന്നത്? അതെ, സിനിമയിലാണ് തുടക്കം കുറിക്കുന്നത്. സിനിമയിലാണ് തുടങ്ങിയിട്ടാണ് സീരിയലിലേക്ക് ഞാൻ വന്നത്. സാധാരണ സീരിയലിൽ നിന്ന് തുടക്കം കുറിച്ച് സിനിമയിലോട്ടല്ലേ ആൾക്കാർ പോകുന്നത്? അത് നേരെ തിരിച്ചാണ്. കാരണം ഞാൻ കോഴിക്കോടാണ് എൻ്റെ ജന്മസ്ഥലം. അപ്പോൾ അവിടുന്ന് ഉമ്മർക്ക എന്ന് പറഞ്ഞ ഡാഡിയുടെ ഒരു ഫ്രണ്ട്, അദ്ദേഹമാണ് എന്നെ ഹരിഹർ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ സാറിൻ്റെ മൂവീസിലാണ് ഞാൻ സർഗം, പരിണയം ഇതൊക്കെ ഹരിഹർ സാറിൻ്റെ മൂവിയിലാണ് ഞാൻ ഫസ്റ്റ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം അന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. ആദ്യം 10th കഴിഞ്ഞ ഉടനെ അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി, അതായത് ഒരു 92-ലൊക്കെ അന്ന് തുടങ്ങിയതാണ് ഇങ്ങനെ. ഇപ്പം അന്ന് ടെലിഫിലിമുകൾ ഒരുപാട് ചെയ്തിരുന്നു. സാറിൻ്റെ അസോസിയേറ്റ് ഉണ്ണി നാരായണൻ, അദ്ദേഹം ഒരു ടെലിഫിലിം ചെയ്തു. അങ്ങനെയാണ് ഇവിടെ V-Trax എഡിറ്റിങ്ങിൽ വന്നു. അങ്ങനെയാണ് എന്നെ കണ്ടിട്ട് ഒരു സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സീരിയലിലേക്ക് വന്നപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. കാരണം ഡെയിലി വീട്ടിൽ പോവാം. ആദ്യമൊക്കെ അങ്ങനെയല്ല, ഞാൻ കോഴിക്കോട് നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ ആഫ്റ്റർ മാരേജ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഡെയിലി വീട്ടിൽ പോകാം. കൂടെ ഞാൻ ഭയങ്കര ഒരു ഹോംലി പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ആയിപ്പോയി. അങ്ങ് കംപ്ലീറ്റ് സീരിയലിലേക്ക് അങ്ങ് ആയി. പിന്നെ ഇഷ്ടപ്പെട്ടു. നല്ല നല്ല കഥാപാത്രങ്ങൾ, നല്ല സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് കഥാപാത്രങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്?
അമ്മ ചെയ്തിട്ടുണ്ട്, അമ്മ വേഷങ്ങൾ അമ്മ വേഷങ്ങൾ. ഞാൻ ഫസ്റ്റ് വരുന്നത് ഹീറോയിനായിട്ട് തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് സീരിയൽ ഒരു ഡബിൾ ക്യാരക്ടറായിരുന്നു. ദീപനാളത്തിന് ചുറ്റുമാണ് എൻ്റെ ഫസ്റ്റ് സീരിയൽ. 96-ലായിരുന്നു അത്. അതാണ് എൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ. അതിൽ ഡബിൾ വേഷമായിരുന്നു, അമ്മ വേഷവും മകൾ വേഷം. അമ്മ പക്ഷേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകും, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചു. പിന്നെ ആ മകളുടെ ക്യാരക്ടറും ഞാൻ തന്നെയാണ്. അപ്പോൾ അമ്മ ഒരു പാവമായ അമ്മയും ഈ മകൾ ഒരു ഭയങ്കര സ്ട്രോങ് ആൻഡ് ബോൾഡ് ക്യാരക്ടറായിരുന്നു. അങ്ങനെ 2 കഥാപാത്രങ്ങളായിരുന്നു അത് ചെയ്ത്. പിന്നെ തുഞ്ചത്താചാര്യൻ ചെയ്തു, വിനോദശാല ചെയ്തു, പിന്നെ താമരക്കൊള്ളി എന്ന് പറഞ്ഞൊരു കാട്ടുകാണി പെണ്ണായിട്ട് അതിൽ അഭിനയിച്ചു. എൻ്റെ ഹസ്ബൻഡായിരുന്നു മുറച്ചെറുക്കനായിട്ട് അഭിനയിച്ചിരുന്നത്. അതെ അതെ. ഞങ്ങളുടെ ഒരു ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെയായിരുന്നു. അതെ 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 അതെ. അത് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും പ്രണയവിവാഹമായിരുന്നു, താമരക്കുഴിയിൽ വെച്ചായിരുന്നു. ഞങ്ങൾ ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടല്ല കേട്ടോ, അതിന് മുമ്പേ ഞാൻ എൻ്റെ ഫസ്റ്റ് സീരിയൽ ദീപനാളത്തിന് ചുറ്റും അതിൻ്റെ കൺട്രോളർ ചേട്ടനായിരുന്നു. അന്നേയുള്ള പരിചയമാണ്. അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ. പിന്നെ ചേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ദ്രൗപദി സീരിയലിൽ അത് ഞാൻ ബിഫോർ മാരേജ് അഭിനയിച്ചു, ആഫ്റ്റർ മാരേജ് അഭിനയിച്ചു, എനിക്ക് മോനുണ്ടായ ശേഷം അഭിനയിച്ചു. ദൂരദർശൻ സീരിയലൊക്കെ അങ്ങനെയായിരുന്നു അന്നൊക്കെ. ഈ മകൻ അഭിനയിച്ചെന്നൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ. മകൻ ഒരുപാട് അഭിനയിച്ചു. എൻ്റെ അവൻ പിറന്ന ശേഷം ഒരു 6 മാസമായപ്പോൾ വംശം എന്ന സീരിയലിൽ അതിൽ നായകൻ്റെ ചെറുപ്രായം, അതായത് ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞായിട്ട് അന്ന് ഫസ്റ്റ് സീരിയൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ തന്നെ ഒരു ടെലിഫിലിം ഉണ്ടായിരുന്നു. അതിൽ മാമ്പഴം എന്ന് പറഞ്ഞ കഥ, വൈലപ്പള്ളി സാറിൻ്റെ കഥയുണ്ടല്ലോ, അതിൽ ആ കുട്ടിയായിട്ടുള്ള അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ, അതെ അതെ, അതിൽ ആ പൈതൽ മോനായിരുന്നു, മോനും ഞാനുമായിരുന്നു അത് ചെയ്തിരുന്നത്. അത് പിന്നെ താലോലം കുറേ സീരിയൽ അവൻ ചെയ്തിട്ടുണ്ട്. ബോബൻസ് സാമുവലിൻ്റെ അതെന്തെന്ന് നീലക്കുറിഞ്ഞി പുത്തപ്പുളം, അങ്ങനെ ഒരു സീരിയൽ, അങ്ങനെ ഒരുപാട് സീരിയൽ മോൻ അഭിനയിച്ചിട്ടുണ്ട്. സീരിയലിൽ ചേച്ചി 2 കഥാപാത്രങ്ങൾ ഒരേ സമയം ചെയ്യുമ്പം എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്നത്? നമ്മളെ സീരിയലിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ സീരിയലാണ് ഫസ്റ്റായിട്ട് 2 കഥാപാത്രങ്ങൾ ഒരേ ഫ്രെയിമിൽ വെച്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സീരിയൽ വിജി തമ്പി സാറിൻ്റെ അത് ചെയ്തത് ഞാനാണ്. ഫസ്റ്റ് 2 കഥാപാത്രം ഒരേ ഫ്രെയിമിൽ വരുന്നത്. മെയിനായിട്ട് നമുക്ക് ഒരു കഥാപാത്രം ചെയ്ത് ആ കഥാപാത്രം ചെയ്ത് അവിടെ നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഉടനെ പോയി റെഡി ആയിട്ട് വരുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട്, കാരണം കംപ്ലീറ്റ് മേക്ക് ഓവർ മാറ്റി വേറെ കഥാപാത്രമായി വന്ന് നിൽക്കണമല്ലോ. ക്യാരക്ടർ മൊത്തത്തിൽ മാറി വന്നിട്ട് വേറെ നിന്നിട്ട് അത് ഒരു റഷ് എടുക്കും, അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കും. അത് ആ ചില അറ്റ് ടൈമിൽ ചിലപ്പോൾ 2 മാറി ഡ്രസ് ചേഞ്ച് അങ്ങനെ ചെയ്ത് വരേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാനൊരു ടീച്ചറായിരിക്കുമായിരുന്നു, അതായിരുന്നു എൻ്റെ ഒരു അംബീഷൻ. ഞാൻ പഠിച്ചത് +2 എടുത്തിട്ട് +2 അല്ല, അന്നൊക്കെ എന്തായിരുന്നു പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രിക്ക് ബയോളജി സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. എൻ്റെ മമ്മിയും ഡാഡിയും 2 പേരും മെഡിക്കൽ ഫീൽഡിലാണ്. ഡാഡി ചീഫ് റേഡിയോളജിസ്റ്റ് ആയിട്ട് റിട്ടയർ ആയി, മമ്മി നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു. അങ്ങനെ 2 പേരും മെഡിക്കൽ ഫീൽഡിലായിരുന്നു. അപ്പം ഞാൻ ആ രീതിയിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ് സെക്കൻഡ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിച്ചത്. പക്ഷെ എൻ്റെ ഉള്ളിൽ എന്തോ എനിക്ക് ടീച്ചർ ആവണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വിചാരിച്ചാണ്, പക്ഷെ അത് നടന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ട്രാക്ക് മാറി ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നു. പിന്നെ കുഞ്ഞിൽ ഡാൻസൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കണം മേ ബി ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നതും. ഈ അഭിനയ രംഗത്ത് ഡാൻസ് ഗുണം ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഗുണം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സഭാകമ്പമൊക്കെ ഒന്ന് ഒഴിവായിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അഭിനയിക്കാൻ ഡാൻസിൽ എന്തായാലും കുറച്ച് കൂടുതലായിട്ട് അഭിനയിക്കണം. നമ്മൾ മറ്റത് നമ്മുടെ സീരിയലിലൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് അഭിനയിക്കണം. പക്ഷെ ഡാൻസിൽ അപ്പോൾ എനിക്കൊരു സഭാകമ്പമൊക്കെ നല്ലവണ്ണം കുറവുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് തന്നെ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് മൂവിയിലേക്ക് ഞാൻ പോയത്, ഡാൻസ് വരുന്നത്. അപ്പോൾ ഒത്തിരി കുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ ഒരാൾ. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ ഡാൻസ് ഒന്നുമില്ല. മറ്റേ നമ്മളെ സർഗം മൂവിയിൽ പാട്ടായിരുന്നു. അപ്പം നല്ലോണം താളം കൊട്ടുന്ന കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് ഹരിഹരൻ സാർ ചോദിച്ചത്, നന്നായി താളമൊക്കെ ഉണ്ടല്ലോ, താളമുള്ളൊരു കുട്ടിയാണല്ലോ, ചിയോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പരിണയം എന്ന് പറഞ്ഞ സിനിമയിൽ ആക്ച്വലി മനോജ് KJൻ്റെ പേരായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. പക്ഷെ മൂവി വന്നപ്പോൾ കുറേ പോർഷൻസ് കട്ടായിപ്പോയി. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും, ഡാൻസൊക്കെ പഠിച്ചതുകൊണ്ടായിരിക്കണം എനിക്കൊരു താളബോധമൊക്കെ
വന്നത് ഡാൻസ് ഗുണം ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഓഫ് കോഴ്സ് ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു സഭാഗമ മാറി കിട്ടാനും ഒക്കെ ഞാൻ ഡാൻസ് ഗുണം ചെയ്തിട്ട്. ഇപ്പം തമിഴിലൊക്കെ ഞാൻ അഭിനയിക്കുമ്പോൾ തന്നെ കുറച്ച് നമുക്ക് ഓവറായിട്ട് ചെയ്യണം. ഈവൻ തെലുഗിലാട്ടോ കൂടുതൽ ഓവറായിട്ട് ചെയ്യേണ്ടി വരുന്നത്. ചില നമ്മൾ മലയാളത്തിൽ ഞെട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയാൽ മതി, പക്ഷെ തെലുങ്കിൽ ആ ഒരു സാധനം അപ്പം അതൊക്കെ മോർ ലൈക്ക് ഡാൻസിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, മലയാളം, തമിഴ്, തെലുങ്ക് ഈ 3 ഭാഷകളിലുള്ള അഭിനയത്തിൻ്റെ ചേഞ്ചുകൾ എന്തൊക്കെയായിരിക്കും? അഭിനയത്തിന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഒരു കുറച്ചൊരു എക്സാജറേഷൻ കൂടുതലാണ് തെലുങ്കിൽ. തമിഴിൽ അത്രയും ഇല്ല. പിന്നെ കുറച്ചും കൂടി ഇളകി ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്ന കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ട് ലൈക്ക് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അങ്ങനെ ഇളകി ചെയ്യേണ്ട ഒരു കഥാപാത്രം. അത് പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന സീരിയൽ നല്ല നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു സീരിയൽ. നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ തമിഴും തെലുങ്കുമാണ് ഞാൻ ചെയ്യുന്നത്. ചെമ്പനീർ പൂ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ തമിഴും തെലുങ്കുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും കേട്ടോ ഓരോ ഇത് ചെയ്യുന്നത്. നല്ലോണം ഇളകി ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്. മലയാളത്തിൽ മോർ നാച്ചുറലാണ്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്ന സീരിയൽ തമിഴും നല്ലോണം നാച്ചുറലായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സീരിയലാണ്. ഒരു കുട്ടിയോട് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്ന പോലെ തന്നെ മലയാള സീരിയലാണോ അങ്ങനെ ചോദിക്കരുത്. ഒരു ലൈക്ക് ഞാൻ മലയാളം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തമിഴിലൊരു ചാൻസ് വന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായ അരുൾ രാജൻസ് ഡയറക്ടർ, അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു കൊറോണ പീരീഡൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ടുള്ള ഈ തമിഴും തെലുങ്ക് സീരിയലാണ്. അന്ന് മലയാളം സീരിയൽ നിർത്തി വെച്ചിരുന്ന ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ പിടിച്ചു നിർത്തിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴും തെലുങ്കും തന്നെയാണ്. എനിക്ക് ഒരിക്കലും അത് മറക്കാനും പറ്റില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഓഡിയൻസ് അവർ 2 കൈയും നീട്ടി ആക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. 2017 ഞാൻ ആദ്യം പോയി തമിഴ് അഭിനയിക്കുന്നത്. 2018 19 ഒക്കെ വിജയ് അവാർഡ്സ് എനിക്ക് തന്നു. അവരെന്നെ താങ്ക് യു. അതാ ഇവിടെ ഷീൽഡ് ഇരിപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തെയും വിജയ് ബെസ്റ്റ് മദർ ബെസ്റ്റ് അത് അവർ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അവർ വിജയ് ടി വിയിൽ എപ്പോഴും പറയും, വേറെ ചാനലിൽ പോവരുത്, യു ഷുഡ് ബി ഹിയർ, ഞങ്ങളുടെ ആർട്ടിസ്റ്റാണ് എന്നുള്ള രീതിയിൽ അവരെന്നെ ആക്സെപ്റ്റ് ചെയ്ത്. അതുപോലെ തന്നെ ഓഡിയൻസും ഞാൻ നല്ലത് ചെയ്താൽ അതെനിക്ക് ഒരു റീൽ ഞാൻ ഇട്ടാൽ അടിയിൽ വരുന്ന കമൻസ് ഞാൻ എല്ലാ കമൻസും റിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ലൈക്കും ഒക്കെ ചെയ്യും. അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ മറ്റേ ഒരു വിളി അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് എനിക്ക് അതിനനുസരിച്ച് എതിരായിട്ടുള്ള മെസ്സേജസ് വരാറുണ്ട്. അപ്പം ഓഡിയൻസ് കൂടുതൽ പിന്നെ എന്താ പറയുക ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ കേട്ടുള്ളൊരു കാര്യം, മലയാളികളെ പ്രത്യേകിച്ച് തമിഴ് തെലുങ്കിലൊക്കെ ഉള്ളവർക്ക് ഇഷ്ടമാണോ കൂടുതൽ? ഇഷ്ടമില്ല എന്നെങ്ങനെയാണ് പറയാൻ? ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി അഭിനയിക്കാൻ പറ്റുമോ? നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ തെലുഗിൽ ദേവത എന്ന് പറഞ്ഞ സീരിയലിൽ ദേവുടമ്മ എന്നൊരു ക്യാരക്ടർ ചെയ്തു. സത്യം പറഞ്ഞാൽ ദൈവത്തെ പോലെയാണ് അവരവിടെ കാണുന്നത്. ഈവൻ തമിഴിലും അതുപോലെ ചിന്നത്തമ്പിയിലും അത്രയും നല്ലൊരു അമ്മ കഥാപാത്രം ചെയ്തപ്പോൾ വില്ലേജിൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ നിന്നെടുത്തുനിന്ന് ഒരു അമ്മ ഓടി വന്നിട്ട് കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് എന്നെ മാറാൻ പറഞ്ഞിട്ട് ഞാൻ കാൽ വെച്ചിരുന്നിടത്തുനിന്ന് മണ്ണെടുത്തിട്ട് ചുറ്റിയിട്ട് എന്നെ കണ്ണുപെടരുത് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ അത്രയ്ക്കൊരു ആരാധന പോലെയാണ് അവർ കാണുന്നത്. അതിൽ എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷം. തമിഴ് ഓഡിയൻസിനോടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കടപ്പെട്ടിട്ടുണ്ട്. അന്ന ശ്രീകുമാർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന തമിഴ് ഇന്റർവ്യൂ ഞാനങ്ങനെ നോക്കിയില്ല. ഇപ്പം ഈ ഇടയ്ക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഇടയ്ക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റും. കാരണം ഈ ഇവിടുന്ന് നേരെ ഞാൻ തെലുങ്കിൽ പോകുമ്പോൾ ഗ്യാപ്പ് കിട്ടാറില്ല. ഈ ഓടി നടന്നോക്കി ഇത്ര എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഓടി നടക്കാൻ പറ്റുന്ന സമയത്തല്ലേ ഓടി നടക്കാൻ പറ്റുള്ളൂ. മേ ബി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം തോന്നുമ്പോൾ ഓഫ് കോഴ്സ് ഇതൊക്കെ കണ്ട് ഓർത്ത് സന്തോഷിച്ചിരിക്കാനൊക്കെ എനിക്ക് എപ്പോഴും ഒരു മെമ്മറബിൾ ഡേയ്സ് തന്നെയായിരിക്കും. ശരിക്കും ജീവിതത്തിന്റെ ഓരോ നിമിഷം എടുത്തു നോക്കിയാലും ഓരോ ഓർമ്മകളല്ലേ നമ്മുടെ മനുഷ്യരുടെ ജീവിതം. അതെ അതെ അതെ. അങ്ങനെ ഓർമ്മകൾ പങ്കുവെക്കാൻ എന്തുണ്ടായിരിക്കും? അപ്പം ഞാനിപ്പോൾ തന്നെ പറഞ്ഞല്ലോ ഒരു തമിഴ്നാട്ടിൽ പോയൊരു നല്ല ഓർമ്മ. പിന്നെ അതേപോലെ ഞാൻ ഈ തമിഴിൽ എൻ്റർ ചെയ്യുന്നത് ലൈക്ക് ചേട്ടൻ്റെ പിന്നെ ഫ്രണ്ടായ അരുൾ രാജൻ സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നത്. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഈ ചിന്നത്തമ്പി എന്ന് പറയുന്ന സീരിയലിന് മുമ്പ് ഞാനൊരു ചെറിയൊരു ക്യാരക്ടർ, അതായത് മരിച്ചു പോയൊരു ക്യാരക്ടർ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്. അതിൽ ലൈക്ക് ചുമരിൽ അമ്മ കഥാപാത്രമാണ്. ബട്ട് മരിച്ചു പോയിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ സീൻസിൽ അവരുടെ മെമ്മറിയിൽ വരുന്ന ഒരു ഇതായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിന് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ ക്യാരക്ടർ വേറെയായിരുന്നു. ഈ ക്യാരക്ടർ തന്നെ ബട്ട് ജീവിച്ചിരിക്കുന്നത്.
അഭിനയിക്കുന്നതായിരുന്നു. മരിച്ചു കഴിഞ്ഞ് അപ്പം ഒരുപാട് നമുക്ക് അഭിനയിക്കാനൊന്നും സ്കോപ്പ് ഇല്ലല്ലോ. അദ്ദേഹത്തിന് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഓരോരുത്തരുടെ മെമ്മറിയിൽ വരിക എന്നല്ലാതെ ആ ക്യാരക്ടറിന് വേറെ സ്കോപ്പില്ല. പിന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു വിഷമം തോന്നിയിട്ടാണ് അദ്ദേഹത്തെ അടുത്ത സീരിയലിൽ ചിന്നത്തമ്പിയിൽ എന്നെ കാസ്റ്റ് ചെയ്തത്. അത് പുള്ളിയുടെ നിർബന്ധത്തിലാണ്. എനിക്ക് എന്നെ വിജയ് ടി വിയിൽ അങ്ങനെ ആർക്കും പരിചയമില്ല, ലൈക്ക് പ്രൊഡ്യൂസറിനെ പരിചയമില്ല, ആർക്കും പരിചയമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ ക്യാരക്ടറിന് ഇവർ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സാധാരണ അവിടേക്ക് ഒരു സീരിയൽ തുടങ്ങുമ്പോൾ അതിന് മുമ്പൊരു മോക്ക് ഷൂട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ അതിനൊന്നും വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് വന്ന് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഇവിടേക്കാണെങ്കിൽ നമുക്ക് പോയി ചെയ്യാൻ കുഴപ്പമില്ല. ലൈക്ക് എൻ്റെ ഫോട്ടോസ് മാത്രം അയച്ചു കൊടുത്തു. പുള്ളി ഒരൊറ്റടിയായിട്ട് അങ്ങനെ നിന്നിട്ടാണ് എനിക്ക് ആ ക്യാരക്ടറിനെ വിളിച്ചു ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഭയങ്കര അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്തു. എൻ്റെ തമിഴിലെ എൻട്രി എനിക്ക് ഭയങ്കരമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എൻട്രി ആയിരുന്നു. കഥാപാത്രം അതുപോലെ തന്നെ അതും. പിന്നെ അതുമല്ല സ്റ്റേജിൽ എനിക്ക് അവാർഡ് 2017 ബെസ്റ്റ് മദർ എന്നുള്ള അവാർഡിന് എന്നെ സ്റ്റേജിൽ വിളിച്ച് അവർ എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹോണേഡ് ആയ പോലെ എനിക്ക് തോന്നി. എനിക്ക് മലയാളത്തിൽ പോലും എന്നെ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തമിഴിൽ അതിൻ്റെ മോനെ സ്റ്റേജിൽ വിളിച്ചു, അവൻ ഡാൻസ് ചെയ്തു, എൻ്റെ കുടുംബം മൊത്തം സ്റ്റേജിൽ കയറി എന്നുള്ളതാണ്. പിന്നെ ഓഫ് കോഴ്സ് അത് ആ രീതിയിലാണ് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തത്. ഇപ്പോഴും അവാർഡ് ഇത് നോക്കി വിജയ് ടി വി അവാർഡ്സിന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ മോൻ ഡാൻസ് ചെയ്യും. ഞാനും എൻ്റെ റിയൽ സണ്ണും ഞങ്ങൾ എല്ലാവരും കൂടെ സ്റ്റേജിൽ നിന്ന് ഡാൻസ് ചെയ്യും. ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞൊരു കൊണ്ടാട്ടമായിരുന്നു, തമിഴ് കൊണ്ടാട്ടമായിരുന്നു അവിടെ. അതെനിക്ക് മറക്കാനേ പറ്റില്ല എൻ്റെ ലൈഫിൽ, എൻ്റെ മോൻ്റെ കൂടെ സ്റ്റേജിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഷോസിലാണെങ്കിലും ഞങ്ങൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ചിന്നത്തര എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്, ഞാനും ചേട്ടനും കൂടെ. അവർ ക്രൂയിസിലൊക്കെ പോയി, കോഡ്ലിയ ക്രൂയിസിലൊക്കെ പോയി, ഞങ്ങൾ വിശാഖപട്ടണം അതുവരെ പോയി മൊത്തം ഷോസൊക്കെ ചെയ്തു. ചേട്ടന് വരെ ഡാൻസ് ചെയ്യിപ്പിച്ചു, ഒരു സ്റ്റേജിൽ ഇതിൽ പ്രോഗ്രാമിൽ ഡാൻസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ലൈക്ക് ഒരാളെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വിജയ് ടി വിയിൽ കഴിഞ്ഞ് വേറെ അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര ഒരു ഓർമ്മയാണ്, എൻ്റെ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ഓർമ്മകളിലൊന്നും. ഏത് സെറ്റിൽ ചെന്നാലും എത്ര ആൾക്കാർ വിഷമിച്ചിരുന്നാലും ചേച്ചി അവരെല്ലാം സന്തോഷിപ്പിക്കും. ഈ ചിരിയാണ് മെയിൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര ടോക്കറ്റീവ് ഒന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടവരടുത്ത് ഞാൻ സംസാരിക്കും കുറേ. അങ്ങനെ ഞാൻ ഇപ്പം എനിക്ക് പിന്നെ പേടിയാണ് നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അറിയാതെ വാവിട്ട് പോകുന്നത്. ഈ ഫീൽഡിൻ്റെ പ്രശ്നമാണോ എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് റോങ് ആയിട്ട് വരാം, നല്ലതായിട്ട് വരാം. പിന്നെ പുതിയ കുട്ടികളൊക്കെ വരുമ്പം എനിക്ക് പറയാനും പേടിയാണ്. അവർ ഇടയ്ക്ക് അനുഭവം ഉണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവർ വലിയൊരു ആർട്ടിസ്റ്റ്, അവരുടെ വിചാരം അവർ വലിയ ജാടയാണ്, വലിയ സംഭവമാണ്, ഭയങ്കര ആർട്ടിസ്റ്റാണെന്ന് അവരെ നമ്മളെന്തെങ്കിലും അറിയാതെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. പക്ഷെ അല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കൊരു മടിയാണ് ഇപ്പോൾ പറയാൻ. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സംസാരിച്ച് ഞങ്ങളുടെ ഇപ്പോഴത്തെ സെറ്റ് പവിത്രം ജോലിയാണ്. അതിലങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സംസാരിക്കില്ല ആരടുത്ത്. ഇപ്പൊ പിന്നെ മൊബൈൽ ഉണ്ടല്ലോ നമുക്ക് ഒളിച്ചു നിൽക്കാനായിട്ട്. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നി ഉടനെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന ആരും പിന്നെ ശല്യപ്പെടുത്താൻ വരില്ലല്ലോ. ഈ തമിഴിലോട്ട് പോയ സമയത്ത് ഭാഷയ്ക്ക് പ്രശ്നം വന്നിട്ടുണ്ടോ ചേച്ചി പഠിക്കാനോ? ഇല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ തമിഴ് തന്നെയായിരുന്നു. അമ്മ മൈലാടിയാണ്, അമ്മ അച്ഛൻ ഇവരൊക്കെ വീട്ടിൽ ഇങ്ങനെ തമിഴ് മലയാളം മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുക. ഞാൻ സംസാരിക്കാറില്ല അവരുടെ അടുത്ത്, ഇവർ സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ചേട്ടനൊക്കെ ഒത്തിരി തമിഴ് മൂവീസും ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. ഞാൻ ഒരുപാട് കുത്തിയിരുന്ന് കാണാറില്ല. ഞാൻ കോഴിക്കോടാണല്ലോ, അപ്പം നമുക്ക് ഈ തമിഴിൻ്റെ ഒരു ഇത് കുറവാണ്, ഒരു മിംഗ്ലിങ് കുറവാണ്. ബട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഒത്തിരി തമിഴിയൻസ് ഉണ്ട്. ഒരുപാട് പേരിങ്ങനെ ഈ ഏരിയയിൽ തന്നെ ഒരുപാട് പേര് തമിഴ് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. അപ്പം പിന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് തമിഴ്. അതുകൊണ്ട് എനിക്ക് തമിഴ് നന്നായി പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. ഇന്ന് നമ്മുടെ ഈ വീഡിയോ തമിഴ് ഓഡിയൻസ് കാണുവാണെങ്കിൽ തമിഴിൽ അവരോടൊന്ന് സംസാരിക്കാൻ ക്യാമറയിൽ നോക്കി. தமிழ் மக்களுக்கு எல்லாருக்கும் வணக்கம். எனக்கு ரொம்ப சந்தோஷம். தமிழ் நீங்கள் என்னை 2 கையும் விரும்பி நீங்கள் என்னை ஆக்செப்ட் பண்ணீங்க. அதுக்கு நான் எவ்வளோ நன்றி சொன்னாலும் என்னால் அது நான் அவ்வளோ கடமைப்பட்டிருக்கேன் உங்களுக்கு எல்லாருக்கும். உங்களெல்லாம் பார்க்குறதுக்கும் அங்கே வந்து தமிழ் சீரியல் பண்ணுறதுக்கும் எனக்கு ரொம்ப சந்தோஷம். நீங்கள் என்ன பாராட்டினாலும் சரி திட்டினாலும் சரி நான் அதுவும் கூட ஆக்செப்ட் பண்ணுவேன். ரொம்ப சந்தோஷம். தேங்க்யூ ஸோ மச். മലയാളത്തിൽ ഇനി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് അല്ല,
മലയാളി ഓഡിയൻസ് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല മെസ്സേജ് വരുന്നത് എൻ്റെ അല്ല ചേച്ചി, ഞങ്ങളുടെ അല്ല ചേച്ചി തമിഴിൽ പോയി കലക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുള്ളത്. മലയാളം എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തമാണ്. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മലയാളി ഓഡിയൻസ് എന്നും എൻ്റേതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. తెలుగు ఆడియన్స్ అందరికీ నమస్కారం. నాకు చాలా చాలా బాగా సంతోషంగా ఉన్నాను. నేను అక్కడ వచ్చి తెలుగు సీరియల్ చేస్తున్నాను ఇప్పుడు. మీరందరూ నాకు రెస్పెక్ట్ ఇస్తున్నారు. నాకు నా సంతోషంగా నన్ను యాక్సెప్ట్ చేశాను. అందుకే అదంతా కృతజ్ఞతలు ఉన్నాను. బట్ ఐ లవ్ తెలుగు. నాకు అంతలా తెలుగు మాట్లాడడం తెలియదు, కానీ మీరు ఏదైనా చెప్తే నాకు అర్థమవుతుంది. తెలుగు ఇప్పుడే నాకు కొంచెం నేర్చుకున్నాను తెలుగు. చాలా చాలా సంతోషంగా ఉన్నా. అక్కడ వచ్చి తెలుగు సీరియల్ చేస్తున్నాను, అందుకే నేను చాలా సంతోషంగా ఉన్నాను. మీ ఆడియన్స్ అందరికీ నా థ్యాంక్స్ చెప్తున్నాను ఇప్పుడు. എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. പക്ഷേ എനിക്ക് നേരിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, തെലുങ്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട്. പിന്നെ ഈ എഴുതുന്നൊന്നും വായിക്കാൻ അറിയില്ല. തമിഴ് ഞാൻ വായിക്കും. ഇപ്പോൾ ഒരുവിധം തെറ്റില്ലാതെ ഞാൻ വായിക്കാറുണ്ട് തമിഴ്. തെലുഗു സംസാരിക്കാൻ ഫോണിൽ കൂടെ സംസാരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ, കാരണം എല്ലാ വേർഡ്സും നമുക്കറിയില്ലല്ലോ. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്, നമ്മളെ മലയാളത്തിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആണ് തെലുഗു. തമിഴ് പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് സാമ്യമുണ്ട്. പിന്നെ ചില വാക്കുകളുണ്ട്, നിദ്ര, സന്തോഷം, കോപം, ഇതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഉള്ള തമിഴല്ല, തെലുഗുലുണ്ട്. നിദ്ര പോയേരാ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഉറങ്ങുമായിരുന്നോ, അങ്ങനെയൊക്കെ. നമ്മളുടെ ലോക്കൽ അല്ലാത്ത നമ്മൾ സാഹിത്യപരമായിട്ട് ഉപയോഗിക്കില്ലേ മലയാള വാക്ക്. ഇപ്പൊ നിദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നല്ലോ, പക്ഷെ നമ്മളൊരു കാവ്യാത്മകമായിട്ടൊരു സാധനം എഴുതാറിയാലും നിദ്ര എന്നൊക്കെ ഉപയോഗിക്കില്ലേ. കോപം നമ്മൾ ദേഷ്യം എന്നല്ലേ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷം, അങ്ങനെ ഒരു ബന്ധമുണ്ട്. പ്രയത്നം, ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതില്. ചേച്ചി ഇപ്പൊ മലയാള സീരിയലുകളിൽ നമ്മളിപ്പോൾ അഭിനയിക്കുമ്പോൾ കോസ്റ്റ്യൂം നമ്മളാണല്ലോ എടുക്കേണ്ടത്. ഇത് തമിഴിലും തെലുങ്കിലും അങ്ങനെ ഉണ്ടോ, അതോ അവരിതാണോ തരുന്നത്? എനിക്ക് തെലുങ്കിലും എൻ്റെ മൊത്തം കോസ്റ്റ്യൂം അവർ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ഇല്ല കേട്ടോ, അത് ചിലരുടെയൊക്കെ അവർ ചെയ്യുന്നുള്ളൂ. എൻ്റെ കോസ്റ്റ്യൂം കംപ്ലീറ്റ് അവരാണ് ചെയ്യുന്നത്. അത് മേ ബി ഞങ്ങളുടെ പ്രൊഡ്യൂസറിൻ്റെ ഒരു ഗുണം. പക്ഷേ ഇതിനു മുമ്പ് വേറൊരു തെലുങ്ക് ഞാൻ സീരിയൽ ചെയ്തപ്പോൾ എനിക്ക് കോസ്റ്റ്യൂമിന് സെപ്പറേറ്റ് പേ ചെയ്തിട്ട് ഞാൻ തന്നെ കോസ്റ്റ്യൂം ചെയ്യാൻ പറഞ്ഞിരുന്നു. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു സ്ഥലത്ത് എത്തപ്പെടാൻ പറ്റും, ഈ നിലനിൽക്കാൻ പാടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ 32 വർഷത്തെ ഒരു കരിയറിൽ ഈ 32 വർഷത്തോളം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ? അല്ലല്ലോ, എളുപ്പമല്ല. ഓഫ് കോഴ്സ് എളുപ്പമല്ല. എല്ലാം ഫസ്റ്റ് ഞാൻ ദൈവത്തിൽ അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ വർക്കിൽ സിൻസിയർ ആയിരുന്നു, ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പോഴും അതെ, ഞാൻ സിൻസിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഏതൊരു സെറ്റിൽ പോയി ചോദിച്ചാലും എൻ്റെ അടുത്ത് തെലുഗുവിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് മീരു ചാല കംഫർട്ടബിൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പല സ്ഥലത്തും പലരും പല രീതിയിലെ പെരുമാറും. മേ ബി അങ്ങനെ നിൽക്കണമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ ഒരു ജാട കാണിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അത് ഇപ്പോൾ ഇവർ വിളിച്ചു കഴിഞ്ഞാൽ യെസ് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ചെല്ലുന്നത് എന്തോ വലിയൊരു ഇതാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇതുവരെ ഞാൻ സിൻസിയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. ആൻഡ് പിന്നെ ടാലൻറ്റ് എന്ന് പറയുന്നത് ദൈവം ഫസ്റ്റ്, പിന്നെ എൻ്റെ അച്ഛനമ്മ, പിന്നെ എൻ്റെ ഫാമിലി, ചേട്ടൻ, മക്കൾ, ഇവരെല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ പറ്റില്ല. മനസ്സിലായി. പഞ്ച്വാലിറ്റി ഒരു ഘടകമാണ്. യെസ്, ഓഫ് കോഴ്സ് പഞ്ച്വാലിറ്റി ഘടകം തന്നെയാണ്. കാരണം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. നമ്മൾ ഷോട്ടിന് വിളിക്കുമ്പോൾ അവിടെ പോയി എല്ലാ ആർട്ടിസ്റ്റും വന്നിട്ടുണ്ടാവും, ചിലർ വന്നിട്ടില്ല. അപ്പം ഈ വിളിക്കുന്നവർ ഇറിറ്റേറ്റ് ആവും, ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റ് ഇറിറ്റേറ്റ് ആവും, എല്ലാവരും ഇറിറ്റേറ്റഡ് ആവും. പിന്നെ സംടൈംസ് ഇറ്റ് ഹാപ്പൻസ്, അത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ ഇറ്റ് ഹാപ്പൻ. ഞാനും ചിലപ്പോൾ ഒരു സമയത്ത് ലേറ്റായി ചെന്നിട്ടുണ്ട്, അത് എനിക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺ ഉള്ളതുകൊണ്ട്. അല്ലാതെ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതിൽ എനിക്കത് യോജിപ്പില്ല. ഇപ്പോൾ അവിടെയൊക്കെ ആകുമ്പോൾ 9 to 9 കോൾ ഷീറ്റാണ്. 9 സ്റ്റാർട്ട് ചെയ്ത് 9 തീർക്കും, 9 മുമ്പേ തീർക്കും, അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. മനുഷ്യരല്ല, ഇറ്റ് ഹാപ്പൻസ്. നമ്മളിപ്പോൾ കറക്റ്റ് 9 നിർത്തിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ബഹളം വയ്ക്കാൻ പാടുണ്ടോ? ഇല്ല. അതേപോലെ ചിലപ്പോൾ 9 സ്റ്റാർട്ട് ചെയ്യുന്ന 9:05 9:10 ആകാം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഒരു 8:50 സ്റ്റാർട്ട് ചെയ്തു എന്ന് വയ്ക്കാം. അത് അക്കോർഡിംഗ് ടു. എന്നാലും അവിടെ ഒരു 9 കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ എപ്പോഴും.
പങ്ക്ച്വാലിറ്റി അത് വേണം എന്ന് എനിക്ക് അത് ഒരു മസ്റ്റായിട്ടൊക്കെ നേരത്തെയൊക്കെ ഇപ്പോഴാണ് ഞാൻ പിന്നെയും കുറേ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോഴാണ് ഞാൻ പടപടപടപടാന്ന് പറഞ്ഞ് രാവിലെ എണീറ്റ് 7 മണിക്ക് ഇവിടെ വണ്ടി താഴെ വന്നപ്പോൾ ആ ഒരു മണിക്കൂറുണ്ടല്ലോ 6 മണി തൊട്ട് 7 മണി വരെ ഒരു ബഹളമാണ് ഇവിടെ കഴിഞ്ഞിട്ടാണ് പോയി വണ്ടി കയറി ഇരുന്നിട്ടാണ് ശരിക്കും ഞാൻ അത് എന്നും ഞാൻ ഇവിടെ ഷൂട്ടിംഗ് ഉള്ളപ്പോൾ ഞാൻ അനുഭവിക്കുന്നതാണ്. അവിടെയാകുമ്പോൾ എനിക്ക് ഇത്രയും സ്ട്രെയിൻ ഇല്ല, കാരണം വീട്ടിൽ നിന്നല്ല, നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് പോയിരിക്കുന്നതാണ്, വർക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. രാവിലെ എണീക്കുക, കുളിച്ച് റെഡിയാവുക, പോവുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അസിസ്റ്റൻസും ഉണ്ട്, അതും അവരും എല്ലാം ചെയ്തു. ഒരു പക്ഷേ അല്ല ചേച്ചിക്ക് ഒന്ന് ചിന്തിക്കാം, എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഫെയിം ഉണ്ട്, ഇത്രയും സീരിയലുകൾ ഞാൻ അഭിനയിച്ചു, കുറച്ചൊക്കെ ഒരു ജാടയാവത്തില്ലേ? അങ്ങനെ ആവാന്ന് ചെയ്യണമെന്നോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന അവരുടെ അടുത്ത് ചോദിച്ചാലറിയാം ഞാൻ എങ്ങനെയാണെന്ന്. ഇപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ 9 മണി വരെ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വർക്ക് ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ ചില ടൈമിലെ അവരും അത്രയും സിൻസിയറി ഓടി നടന്ന് അന്നത്തെ ഒരു ദിവസം അവർ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് തീർന്നിട്ടില്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ മുകളിൽ അവർ പ്രൊഡ്യൂസർ അവരൊക്കെ ചോദ്യം ചെയ്യും, ആ ഡയറക്ടേഴ്സിനെ ആണെങ്കിലും ആ ഗ്രൂപ്പ് ഇതിനെ ആണെങ്കിലും. എനിക്കിതെല്ലാം അറിയാം, കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം ഇവർ ചാർട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് തീർന്നിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുകളിലുള്ളവർ ചോദിക്കും. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടാണ് ചേട്ടൻ, സരിഗമ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അപ്പം ഇപ്പോൾ ചേട്ടൻ്റെ താഴെയുള്ള അവരുടെ അടുത്തൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടത് ചേട്ടനാണ്. ഇവർ ചെയ്ത് തീർന്നിട്ടില്ലെങ്കിൽ ചേട്ടനെ ചോദിക്കുക. പക്ഷെ അപ്പോൾ അവരും അത്രയും ഹാർഡ് വർക്ക് ചെയ്യല്ലേ. ഡയറക്ടറൊക്കെ ഓടി നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞ് പോകുന്നത് ശരിയല്ലല്ലോ. അത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ്, ചെയ്തു വെച്ചൊരു ജോലി പൂർത്തിയാക്കിയിട്ട് പോകുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു സീരിയലിൻ്റെ ഏറ്റവും വലിയ വിജയം അഭിനേതാക്കളിലുപരി ഒരു ചായ കൊണ്ട് തരുന്ന ആള് വരെ അതിൽ ഓഫ് കോഴ്സ് ഉണ്ട്. അത് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജാട കാണിച്ചിട്ടേ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് മാത്രം സീരിയൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഒരാൾ ഒരു നായികയോ നായകനെ വിചാരിച്ചാൽ പറ്റുമോ? പറ്റില്ല. കൂടുതലുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് വേണം, ഡയറക്ടർ വേണം, ക്യാമറാമാൻ വേണം, ഒരു ലൈറ്റ് ബോയ്. ഒരു ചായ കൊണ്ടുവന്ന് ഭക്ഷണം കറക്റ്റ് സമയത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇറിറ്റേറ്റ് ആവുന്ന എത്ര പേരുണ്ട്. അത് കറക്റ്റ് ടൈമിൽ എത്തിക്കുന്നത് അവരാണ്. ഞാൻ ഇന്ന് വരെ ആരടുത്തും മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല. ഇതുവരെ ഞാൻ മനഃപൂർവ്വം ആരെയും ദ്രോഹിച്ചിട്ടുമില്ല, മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പ്രൊഡക്ഷൻ ബോയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പിള്ളേരെയൊക്കെ ഞാൻ ആ മോനെ, ഇപ്പം ഞാൻ ഇത്രയും കുറേ സീനിയറായപ്പോൾ മോനെ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. മറ്റത് ചേട്ടാ അണ്ണ ആ രീതിയിൽ തന്നെ വിളിച്ചിട്ടുള്ളൂ, അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ. ക്യാമറയ്ക്ക് പിന്നിൽ കഷ്ടപ്പെടുന്നവരെ മറക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലേ? ഓർക്കണം അവരും കൂടി ഉണ്ടെങ്കിലേ ഈ സീരിയൽ ഭംഗിയായിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആർട്ടിസ്റ്റുകൾ മാത്രം കൊണ്ട് ഒന്നും ആവില്ല. കാരണം അറ്റ് ദ എൻഡ് ഫ്രെയിമിൽ വരുന്ന ആ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളവരെ മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നവരും അവർ വർക്ക് ചെയ്യുന്നതും അവരുടെ ജീവിതം നിലനിർത്താനും ഒക്കെ തന്നെയാണ്. എങ്കിലും ഇതെല്ലാവരും കൂടെ ഒന്നിച്ച് തരുന്നിട്ടേ ഒരു സീരിയൽ. ഓഫ് കോഴ്സ് അതെ. അങ്ങനെ ഒരു ടീമിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതിപ്പോൾ ഒരു ദിവസം ഈ ഷെഡ്യൂളിൽ ഒരുത്തരുണ്ടാവും, പിന്നെ അടുത്ത ഷെഡ്യൂളിൽ അത് വേറെ ആൾക്കാരാവും. അതിനേക്കാൾ ഇവർ ഒന്നിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 years ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സുഖമൊന്നും വേറെ. ഏതെങ്കിലും സീരിയൽ സെറ്റിൽ പോയിട്ട് 2 വർഷം 1 വർഷമൊക്കെ സ്ഥിരം സീരിയൽ അഭിനയിച്ചിട്ട് പിന്നെ ഈ സീരിയൽ നിന്ന് കഴിയുമ്പം ഭയങ്കര വിഷമം, അത് സഹിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഞാൻ മിക്ക സീരിയലിൽ കഴിയുമ്പോഴത്തേക്കും കരഞ്ഞിട്ടാണ് എനിക്ക് ഇറങ്ങി വരാറുള്ളത്. അങ്ങനെ ചിലത് ഒരു 1-2 സീരിയലെന്തോ എനിക്ക് നിർത്തിയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം മൊത്തം ടീമെന്നോ എന്തോ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ തോന്നിയിട്ടുണ്ട്. അല്ലാത്ത സീരിയലൊക്കെ മോസ്റ്റ്ലി എനിക്ക് കണ്ണ് നിറഞ്ഞിട്ടാണ് പോരാറുള്ളത്, നിന്ന് പോരും. കുറേ നാളുകൾ കഴിയുമ്പോൾ ഒരു കുടുംബം പോലെ തന്നെ. അതെ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലാണെങ്കിൽ ഇപ്പം തമിഴ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം 3 വർഷമായി. 3 വർഷം ആകാൻ പോകുന്നു. ഈ ഒക്ടോബർ വരുമ്പോഴത്തേക്കും 3 വർഷം കംപ്ലീറ്റ് ആവും. അപ്പം ഇതൊക്കെ ഇല്ലാത്തൊരു ഡേ ഉണ്ടാവുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലെന്തോ എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റുന്നില്ല. ഡേ അതൊരു റൂട്ടീനായി. 15-ാം തീയതിക്ക് ശേഷം അവിടെ പോയി വർക്ക് ചെയ്യുക, അതൊരു റൂട്ടീനായി. ഇപ്പോഴും അതേപോലെ ആയി. ഇപ്പം പവിത്രവും എല്ലാ 1-ാം തീയതി മുതൽ പവിത്രം ഷൂട്ടിംഗ് ഉണ്ട്, അവിടെ പോകണം. അപ്പം ഞങ്ങളുടെ ഒരു നമ്മളെ അട്രാക്ട് ചെയ്യുന്നൊരു ഘടകം ഉണ്ടാകുമ്പോഴാണല്ലോ എപ്പോഴും നമുക്ക് അങ്ങോട്ട് പോകാനും തോന്നുക, അല്ലാണ്ടാകുമ്പോൾ വിഷമവും തോന്നുക. നമുക്ക് വെറുപ്പ് തോന്നിടത്ത് നമ്മൾ തിരിച്ചു പോരല്ലേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണല്ലോ കഷ്ടപ്പാട്. അതെ. ഞങ്ങൾക്ക് ഇരുന്നുകൊണ്ട് നൃത്തത്തിൻ്റെ എന്തെങ്കിലും ചുവടുകളൊന്ന് കാണിക്കാവോ? നൃത്തത്തിൻ്റെ ചുവടോ? അത് എങ്ങനെ, ലൈക്ക് എന്താ ഉദ്ദേശിക്കണേ? ഭരതനാട്യം അങ്ങനെയൊക്കെ? ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം,
കുച്ചിപ്പുടി പിന്നെ ഓട്ടംതുള്ളൽ കഥകളിയൊക്കെ ചെയ്യും. എല്ലാം അറിയാം. അല്ല കുറച്ചൊക്കെ. അപ്പൊ ഇതിന് ഓരോ മുദ്രകളില്ലേ, അതൊന്ന് കാണിച്ചു തരാമോ? വെറും മുദ്ര മാത്രം കാണിച്ചാൽ മതിയോ? അല്ല എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാണിച്ചോ? കണ്ണൻ വര കാണനേ പെണ്ണേ കാത്തിരുന്ന ഭയം എന്നടി പാടാൻ എനിക്ക് വലിയ ഇതില്ല കേട്ടോ. കണ്ണൻ വര കാണനേ മതിയോ? അപ്പൊ ഈ എക്സ്പ്രഷൻ ശരിക്കും സീരിയലിലും അപ്പൊ ഗുണം ചെയ്യും അല്ലേ, ഇപ്പൊ പറഞ്ഞതുപോലെ? ഒരുപാട് ഗുണം ചെയ്യും. മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, സഭാകമ്പം ഒന്ന് ഒഴിവാവേ. എനിക്ക് അതൊരു വലിയ സംഭവമായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഒരു പ്രസംഗം പറയാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കുറെ നേരം നിന്നൊരു സമയമൊക്കെ ഉണ്ട്. കുറേ മുമ്പിൽ ചെറിയ കുട്ടിയാകുമ്പോൾ, അതായത് ഒരു 10-15 വയസ്സുള്ള സമയത്ത് ഞാൻ സീരിയലോ ഏതോ ഒരു സിനിമ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് തന്ന് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഇങ്ങനെ വിറച്ചിട്ട് ഇങ്ങനെ ഞാൻ നിന്നിട്ട് നമസ്കാരം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കാം. പിന്നെ ഓഡിയൻസ് ഒക്കെ ചിരിക്കാൻ തുടങ്ങി, ഞാനും ചിരിച്ചു കൂടെ കുറേ കുഞ്ഞിലെ നിന്ന്. അങ്ങനെ അത് കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഈ ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ടെൻഷൻ. ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. മറ്റേത് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര, ഇപ്പോഴും എനിക്ക് മൈക്ക് കിട്ടുമ്പോൾ ഒരു വിറയ, മനസ്സിൽ ഉദ്ദേശിച്ചതൊന്നും പുറത്തേക്ക് വരില്ല പലപ്പോഴും. അന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഒരു മടിയുമില്ല. ഒരു എന്ത് പാട്ട് കിട്ടുന്നതല്ല എത്ര നേരം വേണമെന്ന് ഞാനത് എൻജോയ് ചെയ്ത് ചെയ്യും. അതിന് എനിക്ക് ഇപ്പോഴും ഒരു മടിയില്ല, അന്നുമില്ല ഇന്നുമില്ല. ചേച്ചി പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. ഞാൻ ഇപ്പോൾ 3 സീരിയൽ ചെയ്യുന്നുണ്ട്. തമിഴില് സിറകടി ക്യാസ എന്ന് പറഞ്ഞ സീരിയൽ, തെലുങ്കില് ഗുണ്ട നിന്ദ ഗുഡിഗണ്ടലു. ഗുണ്ടെ എന്ന് പറഞ്ഞാൽ ഹൃദയം, നിന്ദ എന്ന് പറഞ്ഞാൽ ഗുണ്ട നിന്ദ മനസ്സ് നിറയെ, ഗുഡി എന്ന് പറഞ്ഞാൽ ടെമ്പിൾ, ഗണ്ടലു എന്ന് പറഞ്ഞാൽ മണി, മനസ്സ് നിറയെ അമ്പലമണിനാഥം, ഗുണ്ടനിന്ദ ഗുഡിഗണ്ടലു. പിന്നെ ഏഷ്യാനെറ്റിൽ പവിത്രം. അത് എൻ്റെ ഒരു ഏഷ്യാനെറ്റിൽ ഞാനൊരു സീരിയൽ ചെയ്തിട്ട് 15 വർഷമായി. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നു. മലയാളി ഓഡിയൻസൊക്കെ ഭയങ്കരമായിട്ട് കമല എന്ന് പറഞ്ഞ എൻ്റെ കഥാപാത്രത്തെ ആക്സെപ്റ്റ് ചെയ്തു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് 15 വർഷത്തിന് ശേഷം ഞങ്ങളുടെ മലയാളത്തിലോട്ട് വന്നതിന് നന്ദി കേട്ടോ. അങ്ങനെയല്ല, 15 വർഷത്തെ ശേഷം മലയാളത്തിലോട്ടൊന്നല്ല, ഞാൻ ഇടയ്ക്ക് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. 5 വർഷമായിട്ടുള്ളൂ ഗ്യാപ്പ് മലയാളത്തിൽ. ഏഷ്യാനെറ്റിൽ ഞാൻ ചെയ്തിട്ട് 15 വർഷത്തിൽ കൂടുതലായി. അത് എനിക്ക് എൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ്. ആൻഡ് ആ സീരിയൽ നല്ല ഭംഗിയായിട്ട് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല സൂപ്പർ ക്ലാസ് പ്രോജക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ 3 എൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു കൊറോണയ്ക്ക് ശേഷം. ഒരു പിന്നെ ഇവിടെ ബിൽഡിംഗ് ഒക്കെ വെച്ച് ശേഷം റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 10-20 കുട്ടികളേ ഉള്ളൂ. 100 മാറട്ടെ. അപ്പം ഞാനില്ലാത്ത സമയത്ത് വേറൊരു കുട്ടിയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു, രാവിലെ കഴിഞ്ഞു. അപ്പോൾ ചേച്ചി ഈ ഒരു പുഞ്ചിരി എന്നും മുന്നോട്ട് ജീവിതത്തിൽ തുടരട്ടെ. ഇനി ഒരുപാട് സീരിയലുകൾ കിട്ടട്ടെ ജീവിതത്തിൽ. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.